ഇന്നിവിടെ ഒരു കച്ചവടം നടക്കാൻ പോകും. പക്ഷേ ഈ കച്ചവടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ മേടിക്കാൻ വരുന്നവനല്ല പൈസ കൊടുക്കുന്നത്. പൈസ അങ്ങോട്ട് മേടിച്ചാണ് അവൻ സാധനം മേടിക്കുന്നത്. ഇവിടെ ഇപ്പറഞ്ഞിരിക്കുന്ന സാധനം ഞാൻ തന്നെയാണ്. എനിക്കെന്റെ വീട്ടുകാരിട്ടിരിക്കുന്ന വില 100 പവനും 5 ലക്ഷം രൂപയും ഒരു ചെറിയ കാർ. ഇന്ന് അവരുടെ ചില കോപ്രായങ്ങൾ കണ്ട ഞാൻ ജനിച്ചത് മുതൽ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് എൻ്റെ വീട്ടുകാർ ജീവിച്ചതെന്ന് തോന്നിപ്പോ. ഫോർ എക്സാമ്പിൾ, ഇന്ന് രാവിലെ ബന്ധുക്കളുടെ അടുത്ത് എൻ്റെ അച്ഛൻ്റെ ഡയലോഗാണ്, ഇന്ന് മുതൽ എനിക്ക് മനസ്സമാനത്തോട് കിടന്നുറങ്ങാം. അവളെ ഒരുത്തന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചു കൊടുത്തല്ലോ. കഴുത്തിലൊരു കയറിട്ട് പിടിച്ചു കൊടുക്കാൻ ഞാനെന്താ ഈ വീട്ടിൽ വളർത്തിയ പശുവാണോ? അതോ ഇനി അങ്ങനെ ആയിരുന്നോ? ഇക്കണ്ട ബാങ്കിൽ നിന്നൊക്കെ കൊള്ളപ്പലിശയ്ക്ക് പൈസ എടുത്ത് കല്യാണം നടത്തിയിട്ട് ഇന്നു മുതൽ പുള്ളി എങ്ങനെ സ്വസ്ഥായി കിടന്നുറങ്ങുന്ന എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനേക്കാളൊക്കെ കോമഡി എന്താന്ന് വെച്ചാൽ കല്യാണ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് എത്ര ദിവസം ചെലവഴിച്ചാലും കുഴപ്പമില്ല, പക്ഷെ പ്രൗഢി ഒട്ടും കുറയ്ക്കരുത്. കെട്ടാൻ പോകുന്ന ചെക്കനെ സെലക്ട് ചെയ്യാൻ ഒരു 10 മിനിറ്റ് സമയം തരും. ചായ കൊടുത്തൊരു നോട്ടം, അതിനുള്ളിൽ തീരുമാനിച്ചോണം. പിന്നെ എൻഗേജ്മെന്റ് തുടങ്ങി കല്യാണം വരെയുള്ള സമയത്തിനുള്ളിൽ രണ്ടുപേരും എങ്ങനെയെങ്കിലും കമ്പനി അയക്കണം. കാരണം കമ്പനി ആരും ഇല്ലെങ്കിലും കല്യാണം നടക്കും. അപ്പൊ പിന്നെ വേറെ വഴിയില്ലല്ലോ. ജാതിയും ജാതകവും ജോലിയും തുടങ്ങി കുറെ കാര്യങ്ങൾ നോക്കി കുറെ ഓപ്ഷനുകൾ വീട്ടുകാരുടെ മുന്നിൽ. അതുകൊണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല എന്ന് പറയാനാവില്ല. കല്യാണപ്രായമായ പിന്നെ ഓപ്ഷനുകളുടെ പെരുമഴയാണ്. +2 കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ പോകുന്ന കോഴ്സ് വരെ എൻ്റെ വീട്ടുകാർ തീരുമാനിച്ചത് എൻ്റെ കല്യാണം മുന്നിൽ കണ്ട. ഇനി എങ്ങാനും പെണ്ണിന് പഠിത്തം കുറവാണെന്ന് പറഞ്ഞ് നല്ല പ്രപ്പോസൽസ് ഒന്നും വന്നില്ലെങ്കിലോ, അതുകൊണ്ട് മാത്രം കോളേജ് കിട്ടും. ഇനി ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ചാലോ? ഞാൻ ജോലിക്ക് പോകണോ വേണ്ടിയോ എന്ന് എന്നെ കിട്ടുന്നവനും അവൻ്റെ വീട്ടുകാരും തീരുമാനിക്കും. ഇനിയിപ്പോൾ ജോലിക്ക് പോകാൻ സമ്മതിച്ചാൽ തന്നെ ഏത് ജോലിക്ക് പോകണമെന്നും അവർ തീരുമാനിക്കും. എന്നിട്ട് ഒറ്റ ഡയലോഗാണ്, ഗേൾസിന് അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. കയ്യടി അവിടെ വീഴും. കോളേജിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആദ്യമായിട്ട് ഒരാളെ തിരഞ്ഞെടുത്തത്. അത് വീട്ടിലറിഞ്ഞപ്പോൾ അച്ഛൻ്റെ വക മുഖം പൊത്തിയൊരടിയും അമ്മയുടെ വക ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് ഉണ്ടായത്. പോരാത്തതിന് അവൻ്റെ വക തേപ്പുകാരെന്നല്ല പട്ടോ. കല്യാണം കഴിഞ്ഞ് വണ്ടി കയറി പോകുന്നതിന് മുന്നേ വീട്ടുകാരെ പിടിച്ച് കരയണം. നല്ല ഫോട്ടോസ് കിട്ടണ്ടേ? പക്ഷെ ആ നേരത്ത് ഞാൻ ആരെ ഓർത്ത് കരയണം? കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി എന്നെ വളർത്തിയ എൻ്റെ അച്ഛനെ ഓർത്തോ? അതോ ഭർത്താവിൻ്റെ വീട്ടിൽ പോയ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം എന്നെ പാചകം പഠിപ്പിച്ച എൻ്റെ അമ്മയെ ഓർത്തോ? ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും താക്കോൽ എൻ്റെ കെട്ടിയോൻ്റെ കയ്യിലായിരിക്കും. എൻ്റെ ഐഡന്റിറ്റി ഇനി എൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്ന എൻ്റെ ഭർത്താവിൻ്റെ പേരിലായിരിക്കും. ഇത്രയൊക്കെ സഹിച്ച് ജീവിക്കേണ്ട ആവശ്യം എനിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വീട്ടുകാർ പറഞ്ഞു തുടങ്ങും. നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, പ്രായമായ ആര് നോക്കും നിന്നെ, അങ്ങനെ 100 കണക്കിന് ചോദ്യങ്ങൾ. ഇനിയിപ്പോ ഇതൊന്നും കേൾക്കണ്ടല്ലോ. പറയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് പറയാണ്ടിരുന്ന ഇതുപോലെ മൂഞ്ചി കുത്തിയിരിക്കേണ്ടി വരും. ഇത് എന്റെ മാത്രം അവസ്ഥയല്ല, ശബ്ദം ഉയർത്താതെ പോയ ഒരുപാട് പേരുടെ അവസ്ഥയാണ്. നിഴലും പതിയേതാ ഇതിലോ പതിയും മൊഴിയോ പൊഴിയും ഇതാ. നിങ്ങൾ കരുതുന്ന പോലെ വെറും പൊട്ടക്കിണറ്റിലെ തവളകളൊന്നുമല്ല ഞങ്ങളും മനുഷ്യരാണ്. ബുദ്ധിയും ബോധവുമുള്ള, കാമവും സ്നേഹവും സ്വപ്നങ്ങളുമുള്ള, കുറ്റവും കുറവുമുള്ള, തെറ്റുകൾ ചെയ്യാറുള്ള പച്ചയായ നിങ്ങളെപ്പോലുള്ള മനുഷ്യർ.
എൻ്റെ ഈ ഐഡന്റിറ്റി അധികം ആർക്കും പരിചയം കാണില്ല. ഇതെന്റെ മാത്രം ഐഡന്റിറ്റിയും അല്ല, ഞങ്ങളുടെ ഉള്ളിലും ഉണ്ട് പരന്നടക്കാനും കീഴടക്കാനുമുള്ള മനസ്സ്. നിങ്ങൾ ഞങ്ങളെ ചങ്ങലക്കിട്ട് ബന്ദിയാക്കി നിർത്തിയേക്കല്ലേ. അധികം വൈകാതെ തന്നെ ഞങ്ങൾ ആ ചങ്ങല പൊട്ടിച്ചെറിയുക തന്നെ ചെയ്യും. സമത്വം നിങ്ങൾ ഞങ്ങൾക്ക് നേരെ നീട്ടുന്ന ഔദാര്യമല്ല, അത് ഞങ്ങളുടെ അവകാശമാണ്. തിരുവനന്തപുരം കാച്ചാണിയിൽ നവവധുവിന്റെ ആത്മഹത്യ, സ്ത്രീധന പീഡനം മൂലമെന്ന പരാതി. ആലപ്പുഴ വള്ളികുന്നത്ത് ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നവവധു നേരിട്ടത് കടുത്ത സ്ത്രീധന പീഡനമെന്ന കുടുംബം. സ്ത്രീധനത്തിന്റെ പേരിൽ പട്ടിണിക്കിട്ട് ക്രൂരമായി പീഡിപ്പിച്ചതിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവും അമ്മായിയമ്മയും അറസ്റ്റിൽ. പാമ്പിനെ ഉപയോഗിച്ച് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ കേസ്. പ്രിയങ്ക, മോഫിയ, റിഫ, ഷഹന ഈ പെൺകുട്ടികളെല്ലാം ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് തെറ്റിദ്ധരിച്ച് പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിച്ചവരാണ്. ആ പട്ടികയിലെ അടുത്ത കാലത്തെ ആദ്യ പേര് വിസ്മയ എന്നായിരുന്നു. വിസ്മയ സംഭവത്തിന് ശേഷം അത്തരത്തിലുള്ള കൂടുതൽ ഗാർഹിക പീഡന പരാതികളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീധന പീഡന പരാതികളിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. സ്ത്രീധന പീഡനം ഉൾപ്പെടെ വനിതകൾ നേരിടുന്ന അതിക്രമങ്ങളിൽ പരാതി നൽകാൻ ഓൺലൈൻ സംവിധാനം സജ്ജമാക്കി. ഭാര്യയെ തല്ലുന്നത് ആണത്തമല്ലെന്നും സഹിക്കുന്നത് സ്ത്രീത്വത്തിന്റെ ലക്ഷണമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.